കടലിൽ മീൻപിടിക്കാൻ പോയ ഇയാൾ ഒരു വലിയ മത്സ്യത്തെ കണ്ടുമുട്ടുകയും ബോട്ട് മറിഞ്ഞ് മത്സ്യബന്ധന വലയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. അവൻ വേഗത്തിൽ അത് തിരയാൻ മുങ്ങുകയും വല കടൽത്തീരത്തെ പാറകളിൽ കുടുങ്ങിയിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. അവൻ ഒരു കത്തി ഉപയോഗിച്ച് അത് മുറിക്കാൻ ഒരുങ്ങുമ്പോൾ എണ്ണമറ്റ കടൽ മത്സ്യങ്ങൾ അദ്ദേഹത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ രക്ഷപ്പെടൽ തടഞ്ഞു. ശാന്തമായ കടലിൽ ഒരു ചെറിയ ബോട്ട് മാത്രമേ അവശേഷിച്ചുള്ളൂ. അതേസമയം കടൽത്തീരത്ത് കുടുങ്ങിയ ഒരു ഓർക്കയെ സമുദ്ര ഗവേഷകർ കണ്ടെത്തി. ഇത് സ്വാഭാവിക മരണമല്ലെന്ന് സൂചിപ്പിക്കുന്ന നിരവധി മുറിവുകൾ. അവർ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ ഒരു വൃദ്ധൻ അവരുടെ ബോട്ട് കാണിച്ചു. തലേന്ന് രാത്രി ഓർക്ക തന്റെ ബോട്ടിനെ ഭ്രാന്തമായി ആക്രമിച്ചുവെന്ന് തെളിഞ്ഞു. ഇത് അവനെ തിരിച്ചടിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ സാധാരണയായി സൗമ്യമായ തിമിംഗലം പെട്ടെന്ന് മനുഷ്യരെ ആക്രമിക്കുന്നത് എന്തുകൊണ്ട്? വെള്ളത്തിനടിയിലെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും ഒരു തിമിംഗലം നീന്തി അവനെ ഞെട്ടിച്ചു കടലിലേക്ക് നീന്തി. ഓർക്ക കുടിയേറ്റം കാണാൻ ഡസൻ കണക്കിന് വിനോദസഞ്ചാരികളുള്ള മറ്റൊരു കപ്പലിലേക്ക് തിമിംഗലങ്ങളുടെ ഒരു കൂട്ടം നീങ്ങുന്നതായി അദ്ദേഹം തന്റെ ദൂരദർശിനിയിലൂടെ കണ്ടു. തിമിംഗലങ്ങൾ വെള്ളത്തിൽ നിന്ന് ചാടി 360 ഡിഗ്രി ആകാശകറക്കം നടത്തി ഒരു സ്പ്ലാഷുമായി ഇറങ്ങി. ഇത് വിനോദസഞ്ചാരികളെ ആവേശഭരിതരാക്കുകയും കൂടുതൽ ആകാംക്ഷാകുലരാക്കുകയും ചെയ്തു. എന്നാൽ തിമിംഗലങ്ങൾ വീണ്ടും ചാടിയപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ വിനോദസഞ്ചാരികളുടെ മുഖം മരവിച്ചു. വെള്ളത്തിൽ വീണ് കഠിനമായി പൊരുതി. ലിയോങ് അവരെ രക്ഷിക്കാൻ ഓടിയെത്തിയെങ്കിലും തിമിംഗലങ്ങൾ ഇതിനകം ആക്രമിച്ചിരുന്നു. അവിസ്മരണീയമായ ഒരു യാത്രയെ തിമിംഗലത്തിന്റെ ഉച്ചഭക്ഷണമാക്കി മാറിക്കൊണ്ട് ആളുകൾ കശാപ്പിന് ആട്ടിൻകുട്ടികളെപ്പോലെയായിരുന്നു. അവർ അറിയാതെ തിമിംഗലങ്ങൾ മാത്രമല്ല, കട്ടിംഗ് ബോർഡിലെ ലോബ്സ്റ്ററും ഏറ്റവും ഭയാനകമായിരുന്നു.